വടകര നഗരസഭയിലെ കുടുംബശ്രീ സംവിധാനമായിട്ടുള്ള ഹരിയാലി ഹരിത കർമ്മസേനയുടെ വളരെ നീണ്ട കാലത്തെ ഒരു സ്വപ്നം പൂവണിയുകയാണ് ഇന്ന്. 2017 മുതൽ ആരംഭിച്ച ഈ ഹരിയാലി ഹരിത കർമ്മസേന വടകര നഗരസഭയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് വടകരയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഏകദേശം 96ഓളം വനിതകൾ, കുടുംബശ്രീ വനിതകളാണ് ഇതിനകത്തുള്ളത്. അവരുടെ ചിരകാല സ്വപ്നമായിരുന്നു ഒരു വിമാനത്തിൽ കയറി വിദേശത്ത് യാത്ര ചെയ്യണം എന്നുള്ളത്. അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. മലേഷ്യയിലേക്കാണ്. അതിൽ 68 പേരാണ് പോകുന്നത്. ബാക്കിയുള്ള ആളുകൾ ഇവിടെയുള്ള മാലിന്യ ശേഖരണവും മറ്റ് സംരംഭങ്ങളും നിലനിർത്തും. ഒരു വലിയ സ്വപ്നം ഇവരുടെ ഇന്ന് സാക്ഷാത്കരിക്കുന്നു. സാധാരണ വളരെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗത്തിലുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുക, ഒരു വിദേശത്ത് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കുന്ന സംഗതിയല്ല. അപ്പോൾ അവരുടെ ഒരു വലിയ ഒരു സ്വപ്നമാണ്. സാധാരണ കേരളത്തിൽ ഞങ്ങൾ പോകാറുണ്ട്, ഇന്ത്യയിൽ മറ്റ് പിന്നെ കേരളത്തിന് വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ ഗോവയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ വിദേശത്ത് പോകുന്നത് ആദ്യമായിട്ടാണ്. കേരളത്തിൽ തന്നെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഒരു വിദേശ യാത്ര ഇത്രയും സ്ത്രീകൾ ഒരുമിച്ച് 68 പേർ ഒരുമിച്ച് പോകുന്നത് ആദ്യമായിട്ടാണ്. അത് അത്തരത്തിലുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ വേറെ സന്തോഷമുണ്ട്. ഹരിയാലിയുടെ കോർഡിനേറ്ററാണ് ഞാൻ, മണലിൽ മോഹനൻ. ഹരിയാലിയുടെ ഒരു സ്വപ്നമായിരുന്നു വിമാനയാത്ര. അത് ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ. ഹരിയാലി ഹരിതകർമ്മസേനയുടെ അല്ലെങ്കിൽ ഹരിയാലിയുടെ അംഗങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഇന്ന് പൂവണിയുന്നത്. എന്തായാലും അതിൽ വലിയ സന്തോഷമുണ്ട്. കേരളം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പ്രചോദനം കേരളത്തിന് ലഭിച്ചത്? നമ്മുടെ വടകരയിലെ ഹരിത കർമ്മസേന, ഹരിയാലി ഹരിത കർമ്മസേനയാണ് ഇതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. 2021 ഒക്ടോബർ 2-ാം തീയതി കേരളത്തിലെ ആദ്യത്തെ മാലിന്യമുക്ത നഗരസഭയായി വടകര പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പുറകിലെ ചാലക ശക്തിയായിരുന്നു നമ്മുടെ വടകരയിലെ ഹരിയാലി ഹരിത കർമ്മസേന. കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭം. അതുകൊണ്ട് ഹരിയാലി ഹരിത കർമ്മസേനയുടെ ചിരകാല അഭിലാഷമായ വിമാനയാത്രയും ഒരു വിദേശയാത്രയും പൂവണിയുമ്പോൾ വടകര നഗരസഭയും കേരളവും നിങ്ങളോടൊപ്പം ആഹ്ലാദചിത്തരാണ് എന്ന കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു അഭിമാനത്തോടു കൂടി. മലേഷ്യയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ മോനും പറഞ്ഞതുപോലെ ഗോവയിൽ നടത്തിയ യാത്ര മറന്നു പോകരുത്. ആട്ടും പാട്ടും കളിയും ചിരിയുമായി വളരെ ആഹ്ലാദചിത്തരായി കൂടുതൽ ഊർജ്ജസ്വലമായി കേരളത്തിന്റെ സൗന്ദര്യവൽക്കരണത്തിന്റെ പ്രതീകമായി കൂടുതൽ അറിവുകളും കൂടുതൽ ഊർജവുമായി നിങ്ങൾ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഇതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു.
ഈശോന്റെ പേര് കാട് വെക്ക് നോക്ക് വേറെ സ്ഥലമില്ല ഇവിടെ വെക്കാൻ പറ്റുന്ന നിങ്ങൾ ടൂർ പ്രോഗ്രാം ഓടിയിട്ടാ